بسم الله الحمد لله والصلاة والسلام على رسول الله. نبدأ بشرح متن مختصر يسمى متن الأصول الثلاثة. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. ഉസൂൽ الثلاث എന്ന ഗ്രന്ഥത്തിന്റെ ശറഹാണ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ആരംഭിക്കുന്നത്. نعم. قبل أن نبدأ بشرح هذا المتن المختصر نسأل أسئلة 5. ഈ ശറഹ് ആരംഭിക്കുന്നതിന് മുമ്പായി 5 ചോദ്യങ്ങളാണ് നാം ചോദിക്കുന്നത്. السؤال الأول: لماذا ندرس التوحيد؟ لو سألنا السائل قال لماذا ندرس التوحيد؟ لماذا ندرس النحو أو مثلا الفقه؟ ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് നമ്മൾ തൗഹീദ് പഠിക്കുന്നത്? ഫിഖ്ഹോ മറ്റു വിജ്ഞാന മേഖലകൾക്കോ പഠിക്കുന്നതിന് പകരം തൗഹീദ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. لأن التوحيد هو حق الله على العبيد. കാരണം തൗഹീദ് എന്നത് അടിമകൾ റബ്ബിനോട് നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ്. خلقنا لنوحد الله سبحانه وتعالى. നാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. لا يقبل الله سبحانه وتعالى أي عمل إلا بالتوحيد. അള്ളാഹു തആല ഒരു അമലും സ്വീകരിക്കുകയില്ല തൗഹീദ് ഇല്ലെങ്കിൽ. لا يدخل الجنة إلا موحد. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തൗഹീദ് ഉള്ളവനല്ലാതെ. قد يسأل سائل أي واحد منا يقول هل أنت موحد؟ ഒരു പക്ഷേ അയാൾ ചോദിച്ചേക്കാം, നീ മുവഹിദാണോ എന്ന്. تقول نعم أنا موحد. അതെ, ഞാൻ മുവഹിദാണ് എന്നാണ് നീ പറയേണ്ടത്. يقول ما هو التوحيد؟ പലരും ചോദിക്കും, എന്താണ് തൗഹീദ്? إذا عرفت التوحيد هذا معناه أنك موحد. إذا لم تعرف التوحيد نقول هذه شهادة الزور. തൗഹീദ് എന്തെന്ന് അറിയുമെങ്കിലാണ് നീ മുവഹിദാണ് എന്നതിന് അർത്ഥമുണ്ടാവുക, ഇല്ലെങ്കിൽ അത് കള്ള സാക്ഷ്യമായി മാറും. نعم. ثم قد يسألك سائل يقول هل أنت مشرك؟ ഒരു പക്ഷേ ചോദിച്ചേക്കാം, നീ മുശ്രിക്കാണോ എന്ന്. تقول أعوذ بالله أنا لست مشرك أنا موحد. അപ്പൊ നീ പറയും, അള്ളാഹുവിൽ ശരണം, ഞാൻ ഒരിക്കലും മുശ്രിക്കല്ല എന്ന് പറയും. يقول لك ما هو الشرك الذي حرمه الله عليك؟ അപ്പൊ എന്നോട് ചോദിക്കുന്നു, എന്താണ് അള്ളാഹു വിശുദ്ധമാക്കിയ ശിർക്ക് എന്ന്. إذا تعرف الشرك هذا معناه أنك بإذن الله تعرف الشرك وتجتنب الشرك. لكن إذا كنت لا تعرف الشرك نقول لعلك واقع في الشرك الأكبر وأنت لا تدري. എന്നാൽ ശിർക്ക് എന്താ എനിക്ക് അറിയില്ലെങ്കിൽ നീ മുശ്രിക്കല്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട്? അപ്പൊ ശിർക്ക് എന്താണെന്ന് അറിയണം, എങ്കിലേ ആ ശിർക്കിനെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. إذا أوجب الواجبات وأول الواجبات هو التوحيد وأعظم المحرمات نسأل الله العافية والسلامة هو الشرك والله أعلم. അഥവാ ഏറ്റവും ഒന്നാമത്തെ ബാധ്യത തൗഹീദ് മനസ്സിലാക്കലാണ്. ഏറ്റവും വലിയ നിഷിദ്ധമായ കാര്യമാകട്ടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ശിർക്കുമാകുന്നു.